പ്രശാന്തി, നമസ്കാരം. നമസ്കാരം. നമ്മുടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ സർവേ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പോസ്റ്റ് പോൾ സർവേ. അതിന് പിന്നാലെയായിട്ട് ഇടത് മുന്നണിയുടെ CPM-ന്റെ കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇടത് ക്യാമ്പുകൾ ആപ്പാടെ മ്ലാനതയിലാണ്, അല്ലേ? അതെ. അതേസമയം തകൃതിയായി തിരക്കിട്ട് അടുത്ത മന്ത്രിസഭ രൂപീകരണത്തിനുള്ള ഓട്ടത്തിലാണ് UDF-ഉം പ്രത്യേകിച്ച് കോൺഗ്രസും. അതെ. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് അതിന്റെ അതെ ആണ്. അവർക്ക് റിസൾട്ട് വന്ന് 5 മിനിറ്റിനുള്ളിൽ സർക്കാർ മന്ത്രിസഭ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ എങ്കിൽ ജനത്തിന്റെ ഒരു ആത്മവിശ്വാസം പിടിച്ചെടുക്കാനുള്ളൊരു ഫസ്റ്റ് നടപടിയായിട്ടാണ് അത് വലിയ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും അവർക്ക്. അതെ. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഫോർമുല പ്രകാരം ആദ്യത്തെ 2.5 വർഷം രമേശ് ചെന്നിത്തല ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, ഒന്നാം പിണറായി സർക്കാരിലെ. അടുത്ത 2.5 വർഷം VD സതീശൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ഈ 2.5 വർഷത്തിനിടയിൽ ലീഗിന് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം, അവസാനത്തെ 2 വർഷത്തിൽ മുസ്ലിം ലീഗിന് ഇപ്പോൾ കൊടുക്കാത്ത ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തേക്കാം. അതും ചർച്ചകളുണ്ട്. പക്ഷേ മറ്റെന്തെങ്കിലും ഒരു പുതിയൊരു സമവാക്യം, അതായത് ഡൽഹിയിൽ നിന്നും ഹൈക്കമാൻഡിൻ്റെതായിട്ടൊരു പ്രസ്താവന ഇവിടുത്തെ കേരളത്തിലെ നേതാക്കൾ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പുറത്ത് കളയുമായിരുന്നു, അല്ലേ? അതെ അതെ. ഒരു വളരെ നിർണായകമായ പ്രസ്താവനയാണ്. പക്ഷേ രാജേഷ് ജി ചോദിച്ചതിലേക്ക് വരാം. ആദ്യം ഈ 2.5 വർഷം അതെ. എനിക്ക് എൻ്റെ ഒരു ഇതുവരെയുള്ള പത്രപ്രവർത്തന അനുഭവവും അറിവും എല്ലാം വെച്ച് എനിക്ക് തോന്നുന്നത് ഒരു നടക്കാത്ത മനോഹരമായ സ്വപ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങേ ഖണ്ഡിക്കുകയല്ല. ഞാൻ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. നമുക്കറിയാം, കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. അപ്പോൾ ഹൈക്കമാൻഡിന് താല്പര്യമുള്ള ഒരാൾ മാത്രമേ മുഖ്യമന്ത്രിയായിട്ട് വരികയുള്ളൂ. 2001 എനിക്ക് തോന്നുന്നു താങ്കൾ അന്ന് സൂര്യ TV-യിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലമാണ്, അല്ലേ? 2001 തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത ആളാണ്. അന്ന് ഞാൻ പത്രപ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടില്ല. അന്ന് ഞാൻ മറ്റ് ഒരു മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. പക്ഷെ എനിക്ക് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വളരെ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ പറഞ്ഞതുപോലെ ഇടതു മുന്നണിക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അസ്വാരസ്യങ്ങളൊന്നുമില്ല. VS മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള തർക്കമൊന്നുമില്ല. VS മത്സരിച്ചു. വളരെ ഒരു ശബ്ദകോലാഹലങ്ങളുമില്ല. AKG സെന്ററിന്റെ മുമ്പിൽ ഈ ആളൊഴിഞ്ഞ പൂരപ്പറമ്പായിരുന്നു. മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ട് പോയിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാം ഭരണം മാറും. അതേസമയം KPCC ഓഫീസിൻ്റെ മുമ്പിൽ, ഈശ്വരവിലാസത്ത് നമ്മുടെ AK ആൻ്റണി താമസിക്കുന്ന വീട്ടിൻ്റെ മുമ്പിൽ, അതുപോലെ K കരുണാകരൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒക്കെ മാധ്യമപ്പട, പത്രക്കാര്, ദൃശ്യമാധ്യമങ്ങൾ, പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ അങ്ങ് വന്ന് കിടക്കുകയാണ്. ഗ്രൂപ്പ് തിരിഞ്ഞ് കിടക്കുകയാണ്. അതായത് എല്ലാവർക്കും അറിയാം UDF ഭരിക്കാൻ വരുമെന്ന്. അപ്പോൾ ആ പരമാവധി സീറ്റുകൾ അന്ന് K കരുണാകരൻ, അതായത് IA ഗ്രൂപ്പുകൾ തമ്മിൽ വലിയ കലഹമുണ്ടായി. അവസാനം K കരുണാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. 3 സീറ്റുകളിൽ അദ്ദേഹം നിർബന്ധം പിടിച്ചു. 1 ആറന്മുളയിൽ മാലേത്ത് സരളാദേവി, 2 വടക്കംപറവൂരിൽ VD സതീശൻ, അതുപോലെ വേറൊരു സീറ്റ്. അങ്ങനെ വലിയ നിർബന്ധം പിടിച്ച് K കരുണാകരൻ വഴങ്ങിയില്ല. ഇത് ആറന്മുള ഞങ്ങൾക്ക് വേണമെന്ന് A ഗ്രൂപ്പ്, പറ്റില്ല എന്ന് K കരുണാകരൻ. വലിയ തർക്കമായി. അവസാനം K കരുണാകരനെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. അന്ന് നമുക്കറിയാം അഹമ്മദ് പട്ടേലാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള ആൾ. അഹമ്മദ് പട്ടേലും ഗുലാം നബി ആസാദും ഇവർ രണ്ടുപേരും കേരളത്തിൽ വരികയും K കരുണാകരനുമായിട്ട് ചർച്ച നടത്തുകയും അന്ന് ഹൈക്കമാൻഡിൻ്റെ ആളായിട്ട് ഇവിടെ നിന്നത് വക്കം പുരുഷോത്തമനാണ്. അന്ന് അങ്ങനെ ഒരു ചർച്ച പോലും നടന്നു, വക്കം ചിലപ്പോൾ മുഖ്യമന്ത്രിയാകുമെന്ന്. കാരണം ഈ AI അടി മൂർച്ഛിച്ചാൽ ഹൈക്കമാൻഡ് വക്കത്തെ മുഖ്യമന്ത്രിയായിട്ട് നിയോഗിക്കും. വക്കത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. താല്പര്യമല്ല, അദ്ദേഹം അതിനുവേണ്ടി നന്നായിട്ട് ചരട് വലിക്കുകയും ചെയ്തു. പക്ഷെ നടന്നില്ല. അപ്പോൾ അന്ന് K കരുണാകരൻ ദില്ലിക്ക് പോയി. അവസാനം അവിടെയും ഹൈക്കമാൻഡുമായിട്ട് അടിച്ച് പിരിഞ്ഞ് തിരിച്ചു വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആരോ കടിച്ചു കൊടുത്തു. അത് വലിയ മുറിവൊക്കെ അതൊക്കെ ഉയർത്തി ആരാധകനാണോ ശത്രുവാണോ എന്നറിയില്ല. എന്തായാലും കടിച്ച ആളിനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒടുവിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കി.
അങ്ങനെ കെ കരുണാകരൻ പറഞ്ഞ ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് വേണം നമ്മൾ ഈ 2026 കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ. 2006 വന്നപ്പോൾ ഒരു തർക്കവും ഇല്ല. കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കെ കരുണാകരനും മകനും പുറത്തുപോയി. പിന്നെ അവർ വേറൊരു പാർട്ടി രൂപീകരിച്ച് അവരൊടുവിൽ UDFന്റെ ഭാഗമായിട്ട് മുന്നണിയിൽ നിന്ന് മത്സരിച്ചു. പക്ഷെ എന്നിട്ടും വലിയ രീതിയിൽ കാലുവാരി എന്നാണ് അച്ഛനും മകനും പരാതി പറഞ്ഞിരുന്നത്. TM ജേക്കബ് അടക്കമുള്ളവർ തോറ്റു. ഇവരുടെ മുന്നണിയിലായിരുന്നു. ശോഭന ജോർജ് തോറ്റു. 2011 ഈ പറഞ്ഞതുപോലത്തെ ഒരു വലിയ ബഹളമൊന്നും ഉണ്ടായില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ട് AI ഗ്രൂപ്പുകൾ സീറ്റുകൾ വീതം വെച്ച് ഒരു ചെറിയ തർക്കം ഉണ്ടായത് രമേശ് ചെന്നിത്തല ഹരിപ്പാട് മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലായിരുന്നു. കാരണം അത് A ഗ്രൂപ്പിന്റെ ബാബു പ്രസാദ് സാറായിരുന്നു അവിടെ 2001 ജയിച്ചത്, MLA ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ സീറ്റ് നിലനിർത്താൻ വിട്ടുകൊടുക്കണം എന്നൊരു ഇത് വന്നു. അങ്ങനെയല്ല, ചെന്നിത്തല വളരെ പണ്ടേ മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലമാണ്, അതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് കൊടുക്കണം. അങ്ങനെ ചെറിയൊരു തർക്കം ഉണ്ടായി. പക്ഷെ അതൊക്കെ വളരെ പെട്ടെന്ന് പരിഹരിച്ച് കോൺഗ്രസ്, ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രി, ചെന്നിത്തല KPCC പ്രസിഡന്റാണെന്ന് വലിയ എന്താ പറയാ തർക്കങ്ങളൊന്നുമില്ലാതെ തിരുവഞ്ചൂര് മന്ത്രിസഭ വന്നതിന് ശേഷമാണ്. അത് ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് മറ്റേ പാമോയിൽ കേസിൽ ഇഷ്യൂ ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരികയും ചെയ്തു. അപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ട് തിരുവഞ്ചൂരിനെ കൊണ്ടുവന്നു. അന്ന് ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ആവശ്യം. NSS പോലെയുള്ള സംഘടനകളൊക്കെ അങ്ങനെ ആവശ്യപ്പെട്ടെങ്കിൽ അത് നടന്നില്ല. പിന്നീട് അത് വിഷയമായപ്പോൾ, ഈ 5ാം മന്ത്രി വിഷയമൊക്കെ വന്ന് ആകെ പുകിലായപ്പോൾ ഈ താക്കോൽ സ്ഥാനത്തേക്ക് സമുദായ പ്രതിനിധി വേണം എന്ന് NSS കട്ടായം നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുന്നത്. ഇരിക്കട്ടെ, ഇപ്പോൾ ഈ 2000 വ്യവസായം ഉണ്ടായിരുന്നു. ഇല്ല, ആഭ്യന്തരം മാത്രമേ ഉണ്ടായിരുന്നു. ഈ 2026 ഇപ്പോൾ കോൺഗ്രസ്സിന് ശരിയാണ്, നമ്മൾ പണ്ട് 2001 കണ്ടതുപോലെ AKG സെന്ററിന്റെ മുമ്പിൽ ശ്മശാന മൂകതയാണ്. അതേസമയം KPCC ഓഫീസിലെ ആളുകൾ വരുന്നു പോകുന്നു, വലിയ കാറുകൾ വരുന്നു, ഒരു മേളം തന്നെ. അതായത് ഭരണമാറ്റം ഉണ്ടാകും എന്നൊരു ശക്തമായ സൂചന. ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഒരു സൂചനകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഇന്നത്തെ ഇതനുസരിച്ച് സീനിയോറിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ അർഹതയും യോഗ്യതയും ഉള്ളയാൾ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നയിക്കുകയും ഘോരഘോരം പടവെട്ടുകയും പ്രത്യേകിച്ചും ഈ LDFനോട് ഒരു ഇഞ്ചു പോലും വിട്ടുകൊടുക്കാതെ ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങി ഫൈറ്റ് ചെയ്തയാൾ VD സതീശനാണ്. ഈ ക്യാപ്റ്റൻ എന്ന പേറ്റൻസി അപ്പുറത്തേക്ക് പോയതുകൊണ്ടാണ് ഇദ്ദേഹം ആ പേര് ഏറ്റെടുത്തത്. ശരിക്കും അപ്പുറത്തായതുകൊണ്ടാണ് വേണ്ടാന്ന് വെച്ചതാണ്. ഇല്ലെങ്കിൽ VD സതീശനാണ് ക്യാപ്റ്റൻ. ജനനായകൻ എന്നൊരു പേര് വന്നു. അതെ, VD സതീശൻ ടീം UDF എന്നൊരു മുദ്രാവാക്യവുമായിട്ടാണ് ഇറങ്ങിയത്. ആ മുദ്രാവാക്യം നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ ഈ വോട്ടെടുപ്പ് വരെ അദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പം ഇനിയുള്ള കാര്യം വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതല്ല, UDFനെ അധികാരത്തിലെത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെന്നിത്തലയെ പോലെ തന്നെ ഈ സ്ഥാനത്തിന് ഇദ്ദേഹവും അർഹനാണ്, തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ BJP കുറച്ച് സീറ്റുകളെല്ലാം പിടിച്ച് ഒരു ഈ പറഞ്ഞതുപോലെ ഒരു 10 സീറ്റൊക്കെ BJPക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തൂക്ക് സഭയ്ക്കുള്ള സാധ്യത നമുക്ക് കാണാതിരുന്നുകൂടാ. മറിച്ചാണ്, അതായത് UDFനും ഭൂരിപക്ഷവും BJPക്ക് കുറച്ച് സീറ്റുകൾ കിട്ടുകയും ചെയ്താൽ LDF എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും തകർച്ചയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ UDF 100-ലധികം സീറ്റുകളിൽ ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. അതും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, രമേശ് ചെന്നിത്തലയോ VD സതീശനോ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഈ രണ്ടുപേരെയും ഹൈക്കമാൻഡ് വെട്ടും. നമ്മളൊക്കെ പൊതുവെ പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് പാണക്കാട് തങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ഒരു നെറേറ്റീവും കൂടെ ഇവിടെ ഉണ്ട്, അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് AK ആന്റണിയെ മുഖ്യമന്ത്രിയാക്കിയതാരാ? അത് പാണക്കാടാണ്, മുസ്ലിം ലീഗാണ്. കാരണം ചാരക്കേസിൽപ്പെട്ട് ആരോപണ വിധേയനായ കെ കരുണാകരൻ എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മേൽ കെട്ടിവെച്ച് അദ്ദേഹത്തെ ബലിയാടാക്കി രാജിവെപ്പിച്ചു. രാജിവെപ്പിച്ചപ്പോൾ
AK ആന്റണി ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ കേരളത്തിലേക്ക് പറന്നിറങ്ങുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ആ AK ആന്റണി 6 മാസം കഴിഞ്ഞപ്പോൾ തിരൂരങ്ങാടിയിൽ നിന്ന് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ MLA രാജിവെപ്പിച്ച് KK ആന്റണിയെ അവിടെ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുത്തു. അതേ AK ആന്റണിയെ 2004 അടിച്ചുവിടുന്ന് ഡൽഹിക്ക് ഓടിച്ചതും ഇതേ മുസ്ലിം ലീഗ്. പക്ഷെ അന്ന് തൊട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് തൊട്ട് ലീഗിനൊരു നിർണായക സ്ഥാനമുണ്ട്. ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ലീഗിന് വലിയ സ്വാധീനം ഉണ്ട് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഖണ്ഡിക്കാൻ കഴിയാത്ത ഒരു പച്ച പരമാർത്ഥമായിട്ട് തുടരുകയാണ്. അതായത് ഈ 5ാം മന്ത്രി വിവാദം കേരളത്തിൽ എങ്ങനെയാണ് ഹൈന്ദവ വോട്ടുകൾ ഏകീകരിച്ചതെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ലീഗ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് വളരെ കൃത്യമായി ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും അത് പതിവ് പോലെ LDFിലേക്ക് പോകുന്നതിന് പകരം അത് BJPയിലേക്ക് പോകുന്നു എന്ന തിരിച്ചറിവാണ് ലീഗിനെ ഇപ്പോൾ ഒരു മിതത്വത്തിലേക്ക് ഒന്ന് ഉൾവലിയാൻ, ഈ സാമുദായിക ശക്തി, സാമുദായിക ഐക്യം, ഈ എന്താ പറയുക, ഒരു വോട്ട് ബാങ്ക് കയ്യിലുണ്ട് എന്നുള്ള അഹങ്കാരം മാറ്റിവെക്കാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതാണ്. ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗ് അങ്ങനെ വലിയ ഒരു സമ്മർദ്ദം ഇക്കുറി മന്ത്രിമാരുടെ എണ്ണത്തിലോ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിലോ കാണിക്കില്ല. പകരം ലീഗിന് ആഗ്രഹമുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ കോൺഗ്രസ് പറയട്ടെ. അതെ, അതായത് ഇപ്പൊ ഞാൻ രാജേഷ് ജിയുടെ വാക്യകത്ത് കയറിയിരുന്ന് സംസാരിക്കുന്ന ആരാ? താങ്കളാ, ഞാനല്ല. പക്ഷെ ഞാനാണ് സംസാരിപ്പിക്കുന്നത് താങ്കളെ. അതുപോലെ കോൺഗ്രസ് തീരുമാനിച്ച് തരട്ടെ, ഞങ്ങൾ അങ്ങോട്ടൊന്നും ചോദിക്കത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇതാണ് ആഗ്രഹം, ഞങ്ങളുടെ ആവശ്യം ഇതാണ് എന്ന് കോൺഗ്രസിനെ കൃത്യമായി അവരറിയിക്കും. അത് കോൺഗ്രസിൻ്റെ ഒരു തീരുമാനമായിട്ട് വരും. ലീഗിന് ഇത്രയും, നമുക്ക് മലബാറിൽ UDFന് ഇത്രയും വലിയ വിജയം ഉണ്ടാക്കി തന്നത് ലീഗാണ്, അതുകൊണ്ട് ലീഗിനൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാം എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച് മുന്നോട്ട് ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്. ലീഗ് അതനുസരിക്കും. ലീഗിന്റെ ആഗ്രഹം അതാണ്, ലീഗ് അതനുസരിക്കും. മറിച്ച് ലീഗായിട്ട് ആവശ്യപ്പെടില്ല. ഇതാണ് ലീഗുമായിട്ട് കോംപ്രമൈസ് ആക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തിയ ശേഷമായിരിക്കും ഈ ഒരു ലീഗ് അനുകൂല. ലീഗുമായിട്ട് കോംപ്രമൈസിൽ എത്തേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലബാർ ബെൽറ്റിൽ UDF എന്ന് പറയുന്നത് = മുസ്ലിം ലീഗാണ്. അവിടെ കോൺഗ്രസ് സത്യത്തിൽ വളരെ പുറകിലാണ്. നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നുള്ള ഇപ്പോഴും സസ്പെൻസ് ആണ്, അതിലേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് കേരളത്തിലെ സാഹചര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയി രാഹുൽ ഗാന്ധി ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയം. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് എൻ്റെ സ്വപ്നം പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും വലിയ ശ്രദ്ധ കൊടുത്തില്ല. അവരിതൊക്കെ ഒരു വാർത്ത പറഞ്ഞു, വാർത്തയായിട്ട് വിട്ടു. അത് വെറും ഒരു വാർത്തയല്ല, അത് കൃത്യമായൊരു മെസ്സേജാണ്. അതായത് രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശമാണ്, വ്യക്തമായ. ഇതാ, നിങ്ങൾ കരുതുന്ന പോലെയല്ല, കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരാനുള്ള സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്, ഹൈക്കമാൻഡ് അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് വളരെ കൃത്യമായ ഒരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ മാത്രം പ്രാപ്തയായ ഒരു വനിത ഇന്ന് കോൺഗ്രസിലുണ്ടോ? ഉണ്ടാകാൻ വഴിയില്ല, ഇല്ല എന്ന് തന്നെ പറയാം. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള, അതിന് കഴിവും പ്രാപ്തിയുമുള്ള ഒരു വനിത ഇന്ന് കോൺഗ്രസിലുണ്ടോ എന്ന ചോദ്യത്തിന് ഏതൊരാൾ കണ്ണുമടച്ചു പറയാം ഇല്ല എന്ന്. പിന്നെ ഇത് ആരാണ്? ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് ആരാണ്? വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് മേൽ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് മറ്റാരുമല്ല, കേരളത്തിലെ ക്രിസ്ത്യൻ മത നേതൃത്വമാണ്. ആ ക്രിസ്ത്യൻ മത നേതൃത്വത്തിൻ്റെ, സഭകളുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ആണ് ഈ കാര്യത്തിലുണ്ടായിരിക്കുന്നത്. അത് രാജേഷ് ജിക്ക് പറയാൻ
ഒരു കാര്യം അതിനകത്തുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. കാരണം കഴിഞ്ഞ ഈ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം നഗരസഭയിലേക്കുള്ള ആരാകണം മേയർ എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾ. അവസാനം ആര് ജയിച്ചു? അവസാനം ലത്തീൻ കത്തോലിക്ക സഭയാണ് ജയിച്ചത്. അതെ, അതുകൊണ്ടാണ് ലത്തീൻ സഭയുടെ ദീപ്തി മേരി വർഗീസിനെ പോലെ ഒരു മികച്ച ഒരു വനിതാ നേതാവിനെ മേയറായിട്ട് കൊണ്ടുവരാൻ എന്തുകൊണ്ടും യോഗ്യത. മേയറോ MLA ഒക്കെ ആകേണ്ട ആളാണ്. ഒരു പക്ഷേ ഒരു മന്ത്രി പോലും ആകാൻ യോഗ്യതയുള്ള ഒരു നേതാവാണ്. വർഷങ്ങളായിട്ട് കോൺഗ്രസിൽ നിന്ന് പ്രവർത്തിക്കുന്നു, KSU തൊട്ടേ പ്രവർത്തിച്ചു വരുന്നു, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, ഈ മഹിളാ വിഭാഗത്തിലുണ്ടായിരുന്നു, മഹിളാ കോൺഗ്രസിലുണ്ടായിരുന്നു, നല്ല ഡൽഹിയിലടക്കം ദേശീയ തലത്തിലടക്കം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു നേതാവാണ്. പക്ഷെ ആ നേതാവിനെ കണ്ടം തുണ്ടം വെട്ടിക്കളഞ്ഞിട്ടാണ് സഭ പറഞ്ഞ ഒരാളിനെ അവിടെ മേയറാക്കിയത്. വലിയ വാർത്തയാണ്. കൃത്യമായിട്ട് സഭാ രാഷ്ട്രീയം കോൺഗ്രസിനെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, കേരളത്തിൽ മുസ്ലിം ലീഗോ പാണക്കാട് തങ്ങളോ ഇനി എത്ര വലിയ സ്വാധീനം ചെലുത്തിയാലും ശരി, കേരളത്തിലെ സഭകൾ തീരുമാനിക്കണം മുഖ്യമന്ത്രി ആരാകണമെന്ന്. ആ ചതിക്കുഴി BJP ചെന്ന് വീണത്. ആ ചതിക്കുഴിയിൽ സഭ BJP ചവിട്ടി താഴ്ത്തിയിട്ടാണ് UDF കോൺഗ്രസിനെ പിന്തുണച്ചത്. അത് വളരെ കൃത്യമായിട്ട് അവർക്ക് അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കിട്ടും, ഞങ്ങളുടെ മുഖ്യമന്ത്രി ആയിരിക്കും അത് എന്ന്. അതാ XOR ആരാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ആ ഇടപെടലാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ അവസ്ഥയിൽ സമുദായ അംഗം എന്ന സാമാജിക ആകണമെന്നില്ല, സഭ പറയുന്ന ആള് സഭ പറയുകയാണ് ഇന്ന ആളായാ മതി, ഞങ്ങളുടെ തീരുമാനം ഇതാണ്, ഞങ്ങൾക്ക് ഇന്ന ആളെയാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം. കേരളത്തിൽ കഴിഞ്ഞ 2 തവണയും ആറന്മുളയിൽ നിന്ന് വീണ ജോർജ് ജയിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഓർത്തഡോക്സ് സഭയുടെ പരിപൂർണ പിന്തുണയുണ്ട്. ഓർത്തഡോക്സ് സഭ വാശി പിടിച്ചത് കൊണ്ടാണ് അവരെ ആരോഗ്യമന്ത്രിയാക്കിയത്. ഇത്തവണയോ സഭ തന്നെ ആവശ്യപ്പെട്ടു മത്സരിപ്പിക്കരുത്, എന്നിട്ടും അവരെ മത്സരിപ്പിച്ചു. അല്ല, അത് മറ്റൊരു രാഷ്ട്രീയം. പക്ഷെ ഞാൻ പറയുന്നത്, അത്തരത്തിൽ സഭ ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ വളരെ ആഴത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അത് BJPയെയും അവർ ആ രീതിയിൽ തങ്ങളുടെ വാലിൽ കെട്ടിയിട്ട് അടിക്കാൻ അവർ ശ്രമിച്ചു. BJPയെ അവർ ചതിച്ചു എന്നാണ് സത്യത്തിൽ PC-യുടെയും ഷോൺ ജോർജിന്റെ ഒക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാര്യം കാണാൻ ഒട്ടി നിന്നു. അതിനുശേഷം നമ്മുടെ പിന്തുണ കോൺഗ്രസിന് കൊടുത്തു, UDFന് കൊടുത്തു. ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന കാര്യത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡിൽ, പ്രത്യേകിച്ചും സോണിയ, രാഹുൽ, പ്രിയങ്ക, ഈ 3 പേരിലും അതിശക്തമായ സമ്മർദ്ദം കേരളത്തിലെ ക്രിസ്ത്യൻ മത നേതൃത്വം, ക്രിസ്ത്യൻ സഭകൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ ഒരു സാധ്യത ഇല്ല എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കാലാകാലങ്ങളായിട്ട് കേരളത്തിലെ കോൺഗ്രസിൽ ഇത്തരമൊരു സഭയുടെ ക്രൈസ്തവ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ നേതൃത്വത്തിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സോണിയാഗാന്ധി വഴിയാണ്. അതെ, സഭയുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സോണിയാഗാന്ധി കേരളത്തിൽ ഹാജരാണ്. അതെ, സഭയുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ ചെന്ന് കാണുന്നത് സോണിയയാണ്. അതെ, അതായത് വത്തിക്കാൻ തീരുമാനിക്കണം കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം അല്ലെ? ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അത്രത്തോളം കടന്നു പറയുന്നില്ല. അല്ല, വത്തിക്കാൻ്റെ ഒരു സ്വാധീനം ഇതിനകത്തുണ്ട്. കാരണം സോണിയ കുടുംബത്തിന് ഈ ക്രിസ്ത്യൻ മത നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതൊരു നഗ്നമായ സത്യമാണ്. ഇറ്റലിയാണ് സോണിയുടെ നാട്. അതെ, സ്വന്തം നാട് മറക്കാൻ ഒരിക്കലും മാത്രമല്ല, ഇപ്പൊ എന്നോടൊരു പഴയ കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ്, അദ്ദേഹം ഇന്ന് കോൺഗ്രസിലില്ല. ഈ രാജീവ് ചന്ദ്രശേഖർ 2024 മത്സരിക്കുന്ന അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, ഈ തീരദേശത്തു നിന്നൊക്കെ ഒരു വികസനത്തിന്റെ ഇത് വെച്ച് രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? കാരണം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ BJP നേതാക്കളെല്ലാം ലത്തീൻ രൂപതയുടെ അരമനയിൽ പോയി അവിടെ കാത്തുകെട്ടി കിടക്കുകയും പിന്നെ ബിഷപ്പുമായിട്ട് സംസാരിക്കുകയും ഇപ്പൊ ഇരിക്കുന്ന ബിഷപ്പും മുമ്പിരുന്ന ബിഷപ്പ് സൂസവാക്യം ഒക്കെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് ചെയ്യാനും പോയിട്ടുണ്ട്, അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്.
ഈ ലത്തീൻ അതിരൂപതയുടെ ബീറ്റ് എനിക്കായിരുന്നു. അവരുടെ വാർത്താ സമ്മേളനങ്ങളെല്ലാം എടുക്കുന്ന ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് അത്യാവശ്യം ചില ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വട്ടുണ്ടോ? രാജീവ് ചന്ദ്രശേഖറിന് ആര് വോട്ട് കൊടുക്കാനാ? ഈ പറഞ്ഞ ലത്തീൻ രൂപതയുടെ ലത്തീൻ കത്തോലിക്കരുടെ ഒരു വോട്ട് പോലും രാജീവ് ചന്ദ്രശേഖറിന് കിട്ടില്ല. അത് കൈപ്പത്തിക്കുള്ള വോട്ടാണ്, അത് സോണിയയ്ക്കുള്ള വോട്ടാണ്. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, സോണിയയ്ക്കുള്ള വോട്ടാണ്. അത് ഒരു കാരണവശാലും വേറൊരിതിലേക്ക് പോകില്ല. നിങ്ങളതിന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷെ ഇത് ഇവിടുത്തെ BJP നേതൃത്വത്തിന് ഇത് ഇനിയും മനസ്സിലായിട്ടില്ല. ഇതൊരിക്കലും മനസ്സിലാവുകയും മുനമ്പത്ത് വേർപ്പൊഴുക്കിയതിൽ യാതൊരു ആവിയായിപ്പോയി, യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. BJPക്ക് ക്രിസ്ത്യൻ പിന്തുണ ആ രീതിയിൽ കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട. ഇതാണ് കേരളത്തിലെ നഗ്നമായ രാഷ്ട്രീയം. ഇനി ഇവിടെ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളിലും സഭ ഇടപെടുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ രാജേഷ് ജി ചൂണ്ടിക്കാണിച്ച എറണാകുളം കോർപ്പറേഷൻ മേയറുടെ കാര്യം ഒരു വ്യക്തമായ ഉദാഹരണമാണ്. അത് ഏറ്റവും റീസെൻ്റായി സമീപകാലത്ത് നടന്ന ഒരു സംഭവമാണ്. അതുപോലെ നമ്മൾ പുറകിലേക്ക് നോക്കിയാൽ കെ കരുണാകരനെ ഇവിടുന്ന് നിഷ്കാസനം ചെയ്യുന്നതിൽ പകരം AK ആന്റണിയെ കൊണ്ടുവരുന്നതിൽ, അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ഉമ്മൻചാണ്ടിയെ വാഴിക്കുന്നതിൽ, അതിലെല്ലാം വളരെ കൃത്യമായിട്ട് ഈ കേരളത്തിലെ സഭാ നേതൃത്വത്തിന് മനസ്സറിവുണ്ട്. അവരുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും ഒരു വലിയ വെല്ലുവിളി ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മെയ് 4 കഴിഞ്ഞാലേ അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇവരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കില്ല, അന്ന് കെ കരുണാകരനെ ഐ ഗ്രൂപ്പിനെയും അതെ ചതിക്കണ്ടായിരുന്നു, പാലം വലിക്കണ്ടായിരുന്നു എന്ന് ഇന്ന് പല നേതാക്കൾക്കും തോന്നുന്നുണ്ട്. 18-19 MLA വരെ കരുണാകരൻ നടത്തിയ ഒരു വലിയ എന്താ പറയാ, അദ്ദേഹം നടത്തിയ ആ സമരം, അത് ഇന്ന് അതിന്റെ പ്രസക്തി ഇന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്. അന്തരിച്ച ജി കാർത്തികനെ പോലും തിരുത്തൽവാദി എന്ന പേരിൽ നിന്നും കോൺഗ്രസ് നേതാവാക്കി മാറ്റിയെങ്കിൽ അത് കെ കരുണാകരന്റെ ചരിത്രത്തിലേക്ക് ഞാനിപ്പോ പോകും. നമുക്കിപ്പോ സമയപരിധി, പക്ഷേ അവിടെ ചെന്ന് നിൽക്കും. അതെ, ഇത് അവിടെ ചെന്ന് എല്ലാവരും കെ കരുണാകരനെ ഓർക്കും. വളരെ കൃത്യമായിട്ട് മെയ് 4 കഴിയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഒരു വലിയ വിഭാഗം കെ കരുണാകരന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കും. ഈ വരാൻ പോകുന്നത് ഒരു വലിയ വടംവലിയാണ്. അതിൽ പാണക്കാട് തങ്ങൾ ജയിക്കുമോ, കേരളത്തിലെ ക്രിസ്ത്യൻ മത നേതൃത്വം സഭകൾ ജയിക്കുമോ എന്ന് നമുക്ക്. പക്ഷെ വടം വലിക്കുന്നത് ലീഗുകാർ കാണത്തില്ല. വടം വലിക്കുന്നത് കോൺഗ്രസിൽ 2 വിഭാഗക്കാർ തന്നെയല്ല. അതൊക്കെ ആയിരിക്കും വലിപ്പിക്കുന്നത്. പക്ഷെ അതിന് വെള്ളവും വളവും കൊടുക്കുന്നത്, ഊർജം കൊടുക്കുന്നത് ഒരു വശത്ത് ലീഗും മറുവശത്ത് ക്രിസ്ത്യൻ മത നേതൃത്വമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനിടയിൽ NSSനും SNDPക്കും ഒന്നും യാതൊരു പ്രസക്തിയില്ല. നിങ്ങൾ നേതാക്കൾ വെറുതെ കിടന്ന് പെരുന്നേന്ന് മണിച്ചേട്ടനും പിന്നെ നമ്മുടെ ചേർത്തലയിൽ നിന്ന് വെള്ളാപ്പള്ളി ചേട്ടനും ഒക്കെ കിടന്ന് ഘോരഘോരം ചാനലുകളുടെ മൈക്കുകൾക്ക് മുന്നിൽ വായിട്ടലച്ചാലും കാര്യമൊന്നുമില്ല. ഹൈക്കമാൻഡ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മറ്റൊരു വഴിക്കാണ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞതാണ് ആ വഴി എന്നുള്ള കാര്യവും വ്യക്തമാവും മെയ് 4 കഴിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ വർഗീയ മുന്നണി സർക്കാരായിരിക്കും. തീർച്ചയായിട്ടും, ഒരു സംശയവും വേണ്ട.